റിപ്പോർട്ടർ ചാനലിനെതിരായ കേസ് ഡോക്ടർ അരുൺകുമാറിന് മുൻകൂർ ജാമ്യം. സർക്കാരിനും പോലീസിനും രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനിടെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന ആരോപണത്തിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ റിപ്പോർട്ടർ ടിവി കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറിനും ഡിജിറ്റൽ സീനിയർ സബ് എഡിറ്റർ ഷബാസിനും മുൻകൂർ ജാമ്യം. കേസെടുത്ത നടപടിയിൽ സർക്കാരിനെയും പോലീസിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതിന് ശേഷമാണ് ഇരുവർക്കും ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. സംഭവത്തിൽ പെൺകുട്ടിക്കോ മാതാപിതാക്കൾക്കോ പരാതി ഉണ്ടോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. ആർക്കുമില്ലാത്ത പരാതി സർക്കാരിന് എന്തിനാണെന്നും ഹൈക്കോടതി ചോദിച്ചു. മാധ്യമപ്രവർത്തകനെതിരെ കേസെടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നിലനിൽക്കില്ല. ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്തിനാണെന്നും ഹൈക്കോടതി ചോദിച്ചു. ഡോക്ടർ അരുൺകുമാറിനെ സ്വന്തം ജാമ്യത്തിൽ വിടണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണനാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് മോശമായ പെരുമാറ്റം നടത്തി വീഡിയോ ഷൂട്ട് ചെയ്തു എന്നാണ് അരുൺകുമാറിനെതിരെയുള്ള കേസിൽ പറയുന്നത്. അരുൺകുമാറിന് പുറമെ റിപ്പോർട്ടർ ടിവിയുടെ ജീവനക്കാരനായിട്ടുള്ള ഷബാസ് അഹമ്മദിനെതിരെയും കേസുണ്ടായിരുന്നു. ഇരുവരും ചേർന്നാണ് തിരുവനന്തപുരത്ത് കലോത്സവത്തിൽ പ്രായപൂർത്തിയെത്താത്ത പെൺകുട്ടിയുമായി അഭിമുഖം നടത്തുകയും മോശമായ രീതിയിൽ രംഗങ്ങൾ ചിത്രീകരിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തത്. ഇതിൽ സംസ്ഥാന ശിശുക്ഷേമ വകുപ്പാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. തുടർന്ന് ശിശുക്ഷേമ വകുപ്പ് നിലവിലുള്ള കേസ് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുകയായിരുന്നു. കലോത്സവത്തിൽ പങ്കെടുത്ത ഒപ്പന സംഘത്തിലെ മണവാട്ടിയായി വേഷമിട്ട പെൺകുട്ടിയോട് റിപ്പോർട്ടർ ഷഹബാസ് നടത്തിയ സംഭാഷണം വലിയ വിവാദമായിരുന്നു. ഇതിനെ ചുവട് പിടിച്ച് നടന്ന ചർച്ചയിലാണ് അരുൺകുമാർ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയത്. ഇതിന്റെ വീഡിയോ റീൽസായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു.